ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹ കാലം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ തൻ്റെ മരണത്തിന് തൊട്ടു മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് തങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചുകൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം അവിടെ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ പീഡിപ്പിക്കപ്പെടാൻ പോകുന്നത് എൻ്റെ നാമം വഹിക്കുന്നത് കൊണ്ടാണ്. അതായത് എൻ്റെ പേരിലായിരിക്കും നിങ്ങൾ പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത് യേശുനാഥൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പറയുന്നുണ്ടെങ്കിലും യോഹന്നാൻ സുവിശേഷം രചിക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം രചിച്ചത്. കാരണം ഈ യേശുനാഥൻ പറഞ്ഞത് അവിടെ സംഭവിക്കുന്നുണ്ട്. വലിയ പീഡനങ്ങളുടെ നടുവിൽ എഴുതപ്പെട്ട ഒരു സുവിശേഷമാണിത്. അപ്പോൾ യേശുനാഥൻ പറഞ്ഞ പ്രവചനം അത് സംഭവിക്കുന്നത് നേരിൽ കണ്ടുകൊണ്ടാണ് യോഹന്നാൻ ഈ സുവിശേഷം എഴുതുന്നത്. അപ്പം ഇത് കേൾക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തുവിന് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്ന ജനങ്ങളുടെ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ മനസ്സിൽ അവർക്കൊരു ആശ്വാസം കൂടി ഉണ്ടായിരുന്നു. കാരണം യേശുനാഥൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഒന്ന് ഉരച്ചു നോക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ സ്വർണം ആണോ എന്ന് തെളിയിക്കാൻ വേണ്ടി സ്വർണം കല്ലിൽ ഉരയ്ക്കുന്നത് പോലെ നമ്മളെ തന്നെ ഉരച്ചു നോക്കേണ്ട ഒരു സുവിശേഷ ഭാഗമാണിത്. യേശുനാഥൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണെങ്കിൽ ലോകം നിങ്ങളെ സ്വീകരിക്കും. നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ല എൻ്റേതാണെങ്കിൽ നിങ്ങൾക്ക് പീഡനങ്ങളും സഹനങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റേതല്ലായ കാര്യത്തിൽ ഞാൻ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, എനിക്ക് സഹനങ്ങളോ വിഷമങ്ങളോ ഒക്കെ എൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ലോകത്തിൻ്റെതല്ല, യേശുവിൻ്റേതാണ്. ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം എന്നെ അതിൻ്റേതായി സ്വീകരിച്ച് അതിൻ്റെ എല്ലാ നന്മകളും കാമനകളും ഒക്കെ എനിക്ക് നൽകിയേനെ. പക്ഷെ ഞാൻ അതൊക്കെ തിരസ്കരിച്ചത് കൊണ്ടാണ് ഇതെന്നെ വേദനിപ്പിക്കുന്നത്, പീഡിപ്പിക്കുന്നത്, ഞാൻ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. അപ്പോൾ സഹനങ്ങളും ദുഃഖങ്ങളും എനിക്ക് തരുന്നൊരു ബോധ്യം ഞാൻ യേശുവിൻ്റേതാണ്, ഈ ലോകത്തിൻ്റേതല്ല എന്നുള്ളതാണ്. അപ്പോൾ പീഡനങ്ങളുടെ മധ്യേ ക്രിസ്തുശിഷ്യന്മാരെ പിടിച്ചു നിർത്തിയൊരു വചനമാണിത്. കാരണം അവരുടെ പീഡനങ്ങളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അവർ ക്രിസ്തുവിൻ്റെ സ്വന്തമാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തൊരു വചനം. ഇത് ഇന്നും കാരണങ്ങൾ കൂടാതെ വിഷമിക്കുന്ന, സങ്കടങ്ങൾ അനുഭവിക്കുന്ന, സഹനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്കുള്ള ഒരു ആശ്വാസത്തിൻ്റെ വചനമാണ്. ഞാൻ യേശുവിൻ്റേതാണ് എന്നുള്ളൊരു ബോധ്യമാണ് ഈ വചനം നൽകുന്നത്. അതോടൊപ്പം ഈ വചനം എന്നോട് ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം കൂടിയുണ്ട്. ഞാനും ഒരാളെപ്പോലും അയാളുടേതല്ലാത്ത കുറ്റത്തിന് വേണ്ടി പീഡിപ്പിക്കുകയോ ദുഷിപ്പിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന മനുഷ്യനാവരുത്. അങ്ങനെ ആകുമ്പോൾ ഞാൻ ലോകത്തിൻ്റെതായി മാറുകയാണ്. ക്രിസ്തുവിൻ്റെതായ മനുഷ്യനെതിരെ നിൽക്കുന്ന മനുഷ്യനായി ഞാൻ മാറുകയാണ്. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെതായി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൻ്റെതായതൊക്കെ വേണ്ട എന്ന് വയ്ക്കാനുള്ള ബലത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അത് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.